കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നതും ആക്രമിക്കുന്നതും കൊല്ലുന്നതും ഒക്കെ ഒരു സ്ഥിരം സംഭവമായി മാറിയിരിക്കുന്നു. എന്തുകൊണ്ട് ഇതിന് കൃത്യമായൊരു നിയമം വരുന്നില്ല എന്നൊക്കെ നമ്മൾ പലതവണ ചോദിച്ചാൽ ആവർത്തനത്തിന് നടക്കുന്ന സംഭവങ്ങൾക്കൊന്നും ഒരു കുറവില്ല. ഈ അടുത്ത സമയത്താണ് നെടുമങ്ങാട് ഒരു രണ്ടാനച്ഛൻ ഒരു കുഞ്ഞിനെ വളരെ മൃഗീയമായി 91 എല്ലുകൾ ശരീരത്തിൽ പൊട്ടിയെന്നാണ് പറയുന്നത്. അത്രമാത്രം ക്രൂരമായി ഉപദ്രവിച്ചാണ് 1.5 വയസ്സായ കൊച്ചിനെ കൊന്നത്. ഇന്ന് കാണുന്നത് മഹാരാഷ്ട്രയിൽ ഒരു അംഗനവാടിയിൽ ഒരു കുഞ്ഞുങ്ങളെ സ്വന്തം മക്കളെ പോലെ കാണുന്ന ടീച്ചർമാർ, അതിലൊരു ടീച്ചർ കുഞ്ഞിനെ ചവിട്ടിയും എറിയുകയാണ്. എന്നിട്ട് അത് കിടന്ന് കരയുമ്പോൾ ഒരു കൂസലില്ലാതെ നിൽക്കുന്നു. എന്താണ് ഇതിനൊക്കെ ഒരു ഇത്തരം കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നതിനൊക്കെ കൃത്യമായി ശക്തമായ ഒരു നിയമം വരാത്തത്? ശരിക്കും പറഞ്ഞാൽ ഈ അച്ഛൻ അമ്മ എന്നൊക്കെയുള്ള ഒരു സങ്കല്പത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് മറ്റു കുട്ടികളെ ഉപദ്രവിക്കാൻ കഴിയുന്നതെന്ന് നമ്മൾ പലപ്പോഴും ആലോചിക്കേണ്ട കാര്യം. നമ്മുടെയൊക്കെ മക്കൾ അവർ സ്കൂളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് അവരുടെ കുട്ടികളെ പോലെ ആ കുഞ്ഞുങ്ങളെ കാണുന്നതുകൊണ്ടല്ലേ നമ്മൾ അവരെ വിശ്വസിച്ച് അവിടേക്ക് വിടുന്നത്. വൈകിട്ട് തിരിച്ചു വരുമ്പോൾ അവർ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അംഗനവാടി പോവുകയാണെങ്കിൽ അവിടുത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ക്രൂരമായിട്ടാണ്. ഇതൊരു ടീച്ചറായിരിക്കാമല്ലോ, ആ ടീച്ചർ തട്ടിയെറിയുന്ന ആരെയാണ്? ഒരു ദൈവതുല്യരെന്ന് നമ്മൾ വിചാരിക്കുന്ന ചെറിയ കുഞ്ഞുങ്ങൾ, അതിൻ്റെ മുഖത്തൊക്കെ നോക്കിയാൽ അപ്പോൾ അവിടുത്തെ ആയിക്ക് സമാനമായ ഒരു സ്ത്രീയാണ് വന്നതെന്ന് വെച്ച് മാറും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ മാറ്റിയിട്ട് അത് ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷേ അത് കൃത്യമായിട്ട് മൊബൈലിൽ ആരും ഷൂട്ട് ചെയ്തുകൊണ്ടല്ലേ ഇത് പുറം ലോകം പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ കുട്ടികളെ ഉപദ്രവിക്കുന്ന ഇവരെയൊക്കെ എങ്ങനെയാണ് നമ്മൾ മനുഷ്യർ എന്ന് വിളിക്കുന്നത്? നമ്മളിവരെ പിശാചുക്കൾ എന്ന് തന്നെയല്ലേ വിളിക്കേണ്ടത്? ശരിക്കും ഓരോ ആണും ഓരോ പെണ്ണും കൃത്യമായിട്ടൊരു അച്ഛനും അമ്മയും തന്നെയാണ്. അവർ കല്യാണം പോലും കഴിക്കേണ്ട. നമ്മുടെയൊക്കെ വീട്ടിൽ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ചെറിയ കുഞ്ഞുങ്ങളെ കണ്ട മോനെ മോളെ സ്വന്തം മകൻ എന്നുള്ള വാത്സല്യത്തോടെയാണ്. അതാണ് കുട്ടികളും നമ്മൾ തമ്മിലുള്ള പ്രത്യേകത. അവർക്ക് മറ്റൊന്നിനെക്കുറിച്ച് അറിയില്ല. അങ്ങനെയുള്ള കുട്ടികളെ എന്തിൻ്റെ പേരിലാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യുന്നത് ശരിയാണ്. ചില കുട്ടികൾ വളരെയധികം വാശി പിടിക്കും, വളരെയധികം മോശം സ്വഭാവം കാണിക്കും, ചിലർ ഹൈപ്പർ ആക്ടിവിറ്റി ആയിരിക്കും. പക്ഷേ അതിനെയൊക്കെ കണ്ട് മനസ്സിലാക്കി അതിനെ അപ്പുറത്തേക്ക് പോവുക. ഈ പോകുന്ന നേരം ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളൊരു കുട്ടിയെ ഹാൻഡിൽ ചെയ്യുന്നത് അതിനെ കുറിച്ച് പഠിച്ച ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക, അവൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ, മൂന്നാമതൊരാൾക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയില്ല, അവരുടെ അടുത്തേക്ക് നമ്മൾ വിടില്ല. ഇവിടെ എന്താ കാണുന്നത്? അംഗൻവാടി എന്ന് പറയുന്നത് 3 വയസ്സ് വരെയുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിലേക്ക് കുട്ടികളെ വിടുന്നത് എന്തുകൊണ്ടാണ്? അവിടെ പോയി അക്ഷരം പഠിക്കുന്നതിനപ്പുറത്തേക്ക് വീട്ടിൽ നിന്ന് മാറി അവർ വിദ്യാലയ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടാനുള്ള ഒരു സാഹചര്യം. അവിടെ കളിയും ചിരിയും പാട്ടും ഒക്കെ ആയിട്ട് നടക്കുന്നു. അവിടെ നിൽക്കുന്ന കുട്ടികൾ വീട്ടിൽ പോകാൻ കരച്ചിലുണ്ടാകും, ബഹളം ഉണ്ടാകും, ഒക്കെ ശരിയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു കുട്ടിയെ തട്ടിത്തെറിപ്പിക്കുക, തൊഴിച്ചെറിയുക എന്നൊക്കെ പറയുന്നത്, അതും ഒരു സ്ത്രീയാണ്, ഒരു പെൺകുട്ടിയാണ് അതങ്ങനെ ചെയ്യുന്നത്. അവരെ എങ്ങനെയാണ് ഒരു സ്ത്രീ എന്ന് വിളിക്കുന്നത്? എങ്ങനെയാണ് ഒരു അമ്മ എന്ന് വിളിക്കുന്നത്? എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും? തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1.5 വയസ്സുള്ള ഒരു കുട്ടിയെ ഇതുപോലെ 90 അസ്ഥികൾ വരെ നുറുങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ എത്ര ക്രൂരമാണ്. കൈയും കാലും ഒക്കെ പൊള്ളിച്ചുകൊണ്ട് എങ്ങനെയാണ് അവനെ മനുഷ്യൻ എന്ന് പറയുന്നത്? അവനും പിശാചാണ്. അപ്പോൾ പിശാചുക്കൾ, പിശാചിണികൾ എന്നൊക്കെ പറയുന്ന പോലെ കുറേ അധികം ആളുകളുള്ള സമൂഹത്തിലാണ് നമ്മളും ജീവിക്കുന്നത്. ഇവർ അംഗനവാടിയിലേക്ക് വിടുന്നത് ആ രക്ഷകർത്താവിൻ്റെ മാനസികാവസ്ഥ, അല്ലെങ്കിൽ സ്കൂളിലേക്ക് കുട്ടിയെ വിടുന്നത്. ഇപ്പം ഇന്നത്തെ കാലത്ത് അച്ഛനും അമ്മയും ജോലിക്ക് പോയാൽ മാത്രമേ ഒരു കുടുംബം മുന്നോട്ട് പോവുള്ളൂ. ഈ രാവിലെ കുട്ടിയെ സ്കൂളിൽ കുളിച്ചൊരുക്കി ഡ്രസ്സുമൊക്കെ കൊടുത്ത് ഭക്ഷണമൊക്കെ കൊടുത്ത് വിട്ട് അവൻ വരുന്നതിന് മുമ്പായിട്ട് അമ്മയോ അച്ഛനോ വീട്ടിലെത്തും. അങ്ങനെയാണ് ആ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്കുണ്ടാകുന്ന ചെറിയ ഒരു തോണ്ടൽ പോലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം എന്താ? ആ ഫാമിലിയിൽ അച്ഛനും അമ്മയും ജീവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അവൻ്റെ ഭാവി നാളെ എന്താവും, അവൻ ഏത് തലത്തിലേക്ക് പോകണം, എനിക്ക് സംഭവിച്ച പോലുള്ള കഷ്ടപ്പാടുകൾ അവനുണ്ടായിരുന്നു. കാരണം എല്ലാ അച്ഛനും അമ്മയും ഒരുപാട് കഷ്ടപ്പാടിലൂടെ ദുരിതത്തിലൂടെയൊക്കെ കടന്നു വന്നായിരിക്കും. അത് മറ്റേ മകനുണ്ടാകരുത്, മകൾക്കുണ്ടായിരുന്ന ചിന്തയിലാണ്. എന്നിട്ട് നല്ല വസ്ത്രം ധരിപ്പിച്ച് നല്ല ഭക്ഷണം കൊടുത്ത് അംഗനവാടിയിലും സ്കൂളിലും വിടുമ്പോൾ കാല് വെച്ച് ചവിട്ടി എറിയാൻ ഇവനൊക്കെ ആരാണ്? ഇങ്ങനെയൊക്കെ ഉള്ളവരെ, അതാണ് പണ്ട് പറയുന്നത് മുക്കാലി കെട്ടി അടിക്കണമെന്ന് പറയും. ആ രീതിയിൽ ചെയ്യേണ്ട ഒരു കാലം അത് അതിക്രമിച്ചു കഴിഞ്ഞില്ലേ? തീർച്ചയായിട്ടും സിനിജി, അതായത് ഇത് നമ്മൾ വിദേശ രാജ്യങ്ങളിലൊന്നും ഇത്തരം ഒരു കാര്യം നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. കാരണം അവിടെയൊക്കെ കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചാൽ, ഇപ്പം ദുബായ് പോലുള്ള സ്ഥലങ്ങളിൽ വീട്ടിലൊക്കെയാണ് ഈ മറ്റേ നമ്മുടെ പിള്ളേരെ നോക്കുന്ന ഡേ കെയർ പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ളത്. അതൊക്കെ പിന്നെ സർക്കാർ അംഗീകൃതമായിരിക്കണം. അല്ലാത്തതൊക്കെ പിടിക്കപ്പെട്ടാൽ പിന്നെ സ്വന്തം രാജ്യത്ത് പോലും വരാൻ പറ്റില്ല അവർക്കൊന്ന്. കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചാൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തല വെട്ടും. അതൊക്കെയാണ് അവിടെ കർശന നിയമങ്ങൾ. ഇന്ത്യയിൽ അതില്ല. ഇന്ത്യയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് രണ്ടാനച്ഛൻ, രണ്ടാനമ്മ കുട്ടികളെ ഉപദ്രവിക്കുന്നത്, സ്കൂളിലെ ടീച്ചർമാർ ഉപദ്രവിക്കുന്നത്. ഈ സ്കൂളുകളിൽ ഒരു പ്രത്യേകതയുണ്ട്, പ്രത്യേകിച്ച് ഈ CBSE സ്കൂളിൽ. എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ് സ്കൂളിൽ അത്ര വലുതായിട്ട്, ഞാൻ പഠിച്ച ഒരു എയ്ഡഡ് സ്കൂളിലാണ്, ഞാൻ പഠിച്ച സ്കൂളിലും ഇത്തരത്തിൽ ചില രീതികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് മാത്രമേ ടീച്ചേഴ്സിന് സ്നേഹമുള്ളൂ, പഠിക്കാത്ത കുട്ടികളെ ടീച്ചേഴ്സിന് ഇഷ്ടമല്ല.
അവർ പഠിക്കാത്ത കുട്ടികൾ, ഓവറായിട്ട് സംസാരിക്കുന്ന കുട്ടികൾ, കാണാൻ ഭംഗിയില്ലാത്ത കുട്ടികൾ, ഇവരോടൊന്നും താല്പര്യമില്ല, ഇവരെയൊന്നും ഇഷ്ടമില്ല. ഇവരെയൊക്കെ രണ്ടാം കിട, മൂന്നാം കിട, നാലാം കിട അങ്ങ് മാറ്റി നിർത്തിയേക്കും. പ്രത്യേകിച്ച് ഇത് CBSE സ്കൂളിലാണ് അധികം നമ്മൾ കണ്ടുവരുന്നത്. അതായത് എല്ലാ കുട്ടികൾക്കും പഠിക്കാനുള്ള കഴിവുണ്ടാവില്ല. ചില കുട്ടികൾക്ക് നല്ല കഴിവുണ്ടാവും പഠിക്കാൻ, ചില കുട്ടികൾക്ക് നൃത്തത്തിലോ പാട്ടിലോ പ്രസംഗത്തിലോ മറ്റു പല കാര്യങ്ങളിലോ ഒക്കെ ആയിരിക്കും അവർക്ക് കഴിവ്. അത് തിരിച്ചറിഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുക, ഒപ്പം അവരെ പറഞ്ഞ് മനസ്സിലാക്കി പഠിത്തത്തിലേക്കൂടെ കൊണ്ടുവരാം. ഇതങ്ങനെയല്ല. ഇത് മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് ആ കുട്ടിയെ മാനസികമായി അപമാനിച്ച് അവനെ ഇല്ലാതാക്കി അതിനുശേഷം അവനിലൊരു ട്രോമ ഉണ്ടാക്കി വളർന്നു വരും തോറും അവന്റെ മൈൻഡിൽ ഈ ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന ഈ ഡ്രോമ ഉണ്ടാകും. അപ്പൊ ഞാൻ പഠിച്ച എയ്ഡഡ് സ്കൂളില് ഒരു സ്കൂളിന്റെ പേരൊന്നും പറയുന്നില്ല, ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, കാണാൻ അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടി. പിന്നീട് അവളെ നമ്മളാരും കണ്ടിട്ടില്ല. അപ്പോൾ അവള് എന്ത് പരിപാടി വന്നാലും, സ്കൂളിൽ എന്ത് പരിപാടി, പിന്നെ ഏതെങ്കിലും മുതിർന്ന സിനിമാ നടന്മാരോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളോ സ്കൂളിലെ ഫംഗ്ഷൻസിനോ പരിപാടിക്കോ എന്ത് പരിപാടിക്ക് വന്നാലും ഇവള് മാത്രമേ പൂ കൊടുത്ത് അവരെ സ്വീകരിക്കൂ. സ്കൂളിന്റെ ടീച്ചേഴ്സ് തീരുമാനിക്കും ഇവള് മാത്രമേ പൂ കൊടുത്ത് അവിടെ സ്വീകരിക്കൂ. പിന്നെ ഈ ഭാരതമാതാ അങ്ങനെയൊക്കെയുള്ള പരിപാടികളിൽ ഇവളെയാണ് ഭാരതമാതാവാക്കുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന എന്താ, നമ്മളൊന്നും കാണാൻ ഭംഗിയില്ലാത്തവരാ, അതുകൊണ്ടാണ് നമ്മളെ ഇതിനൊന്നും വിളിക്കാത്തത്, കൊള്ളാത്തത്. പിന്നെ ഡാൻസിന്റെ ഇത് വന്നാൽ ഇവള് മാത്രമേ ഇപ്പൊ കുറെ പിള്ളേരെ തിരഞ്ഞെടുക്കും. നമ്മളൊക്കെ ഡാൻസ് കളിക്കുന്ന കുട്ടികളായതുകൊണ്ട് നമ്മളെയൊക്കെ തിരഞ്ഞെടുക്കും. പക്ഷെ നമ്മള് രണ്ടാമതോ മൂന്നാമതോ ഒക്കെ ആവും. ഇവളാണ് ഫ്രണ്ടിൽ നടുക്കുന്നത്, കളിക്കുന്നത്, സെന്റർ. അപ്പൊ ഒരു കുറെ കാലം വരെ നമ്മള് ഒരു 10ാം ക്ലാസ് വരെയൊക്കെ ഡാൻസ് ഒക്കെ കളിച്ചിരുന്ന, 10ാം ക്ലാസ്സിലായപ്പോൾ സ്വാഭാവികമായി നമ്മളോട് വീട്ടിൽ നിന്ന് 10ാം ക്ലാസ് ആണ് ഇനി മതി നിർത്തിക്കോ എന്നൊക്കെ പറഞ്ഞ് വീട്ടുകാരെയൊക്കെ പറ്റിച്ചൊക്കെയാണ് നമ്മൾ ഡാൻസ് ഒക്കെ കളിക്കുന്നത്. +1 +2 ആയപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിന്റെ ഒരു പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളത്. കാരണം ഇവള് ഭംഗിയുള്ളത് കൊണ്ടാണ് ഇവളെ ഇങ്ങനെ നിർത്തുന്നത്. അങ്ങനെ ഒരുപാട് അപമാനങ്ങൾ സഹിച്ച ഒരുപാട് പെൺകുട്ടികൾ നമ്മൾ പഠിച്ച സമയങ്ങളിലും പല സമയങ്ങളിൽ നമ്മൾ തന്നെ അപമാനം അത്തരത്തിൽ സഹിച്ചിട്ടുണ്ട്, വേർതിരിവ് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ പിന്നീട് ഒരിടെ എത്തില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. കാരണം എന്താണ്, അതിലും നല്ല ഇപ്പൊ ഞാൻ എൻ്റെ കൂടെ പഠിച്ച ഇത് പറഞ്ഞതുകൊണ്ട് പറയണം, എൻ്റെ കൂടെ പഠിച്ച ഒരു കൊച്ചിനോട് ഞാൻ 10ാം ക്ലാസ് കഴിയുന്നത് വരെ മിണ്ടിയിട്ടേ ഇല്ല അവനോട്. അവൻ ഏറ്റവും പുറകു ബെഞ്ചിലുള്ളവനാ. എപ്പോഴൊക്കെ 10ാം ക്ലാസ് വരെ 5 മുതൽ 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചതാണ് ഞങ്ങള്. പക്ഷെ 10ാം ക്ലാസ് കഴിയുന്നത് വരെ ഞാൻ അവനോട് സംസാരിച്ചിട്ടില്ല, മിണ്ടിയിട്ടില്ല. ബാക്ക് ബെഞ്ചിൽ എവിടെയും ഇരിക്കുന്നത് കാണാം, എന്ന് ടീച്ചർമാരിൽ നിന്ന് തല്ലും അടിയും ഒക്കെ കിട്ടും. നമ്മളൊക്കെ ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഒരിടവും എത്തില്ല ഫ്രണ്ട് ബെഞ്ചുകാര്, രക്ഷപ്പെടുന്നത് എപ്പോഴും ബാക്ക് ബെഞ്ചുകാരായിരിക്കും. അപ്പോൾ കണ്ടിട്ടേ ഇല്ല. പഠിക്കാൻ വലിയ മികവൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളാരും മൈൻഡ് ഒന്നും ചെയ്യാൻ പോയിട്ടില്ല. കുറേ വർഷം കഴിഞ്ഞ് ഈ ഒരു 1-2 വർഷത്തിനിടയ്ക്ക് എപ്പോഴോ ട്രാഫിക്കിൽ ഞാൻ വാഹനമായി നിന്നപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചാൽ അവൻ പേരും പറഞ്ഞപ്പോൾ ഞാൻ ഹെൽമെറ്റ് ഇങ്ങനെ ഉരി നോക്കിയിട്ട് അവൻ പോലീസുകാരനാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, അവരില് പല കഴിവുകളുണ്ട്. അത് കണ്ടെത്താൻ അധ്യാപകർ ശ്രമിക്കാറില്ല. അവർക്ക് നാണം കെടുത്തണം, മറ്റുള്ള കുട്ടികളെ മുമ്പ് വെച്ച് രക്ഷകർത്താക്കളുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തണം. പിന്നെ ഇതുപോലെ ശാരീരികമായി പെൺകുട്ടികളാണ് എങ്കിൽ സാറുമാർ ശാരീരികമായി ഉപദ്രവിക്കുക, അവരുടെ ശരീരത്തിനെ വർണ്ണിക്കുക, അങ്ങനെയൊക്കെ ഇപ്പോഴും ഉണ്ട്. നമ്മൾ വിചാരിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയിലെ കാലമായതുകൊണ്ട് എല്ലാം പുറത്തു വരും. സോഷ്യൽ മീഡിയയിലെ കാലത്തല്ലേ ഈ പീഡനങ്ങൾ ഇതുമൊക്കെ നടക്കുന്നത്. ഇതൊക്കെ ഈ കാലത്ത് ഈ കൊച്ചിനോ ഈ മഹാരാഷ്ട്രയിൽ നടന്ന സംഭവം ഈ സോഷ്യൽ മീഡിയ കാലത്തല്ലേ. ഇതാരും കാണില്ലെന്ന് പറഞ്ഞാൽ ഇതിലെന്ത് നടപടി സ്വീകരിക്കും? ഇത് നമ്മൾ വാർത്തയാക്കി പറഞ്ഞു. ഇപ്പൊ ആ 1.5 വയസ്സ് കൊച്ചിനെ കൊന്ന് എന്ത് നടപടി സ്വീകരിക്കുക? അവളെ പോലീസുകാർ കണ്ടപ്പോൾ കൊണ്ടിട്ട് അവരുടെ കൈത്തരിപ്പ് തീരണം, ഒരു ഇടിച്ച് ഇഞ്ചപ്പോഴോ കുറച്ച് ദിവസം കഴിയുമ്പോൾ ജാമ്യം കിട്ടി അവനൊക്കെ പുറത്തിറങ്ങില്ലേ. ഇതിന് കർശനമായ ഒരു നിയമം ഉണ്ടാകണം. നമ്മുടെ കുഞ്ഞു മക്കളുടെ ജീവനും ശരീരവും ഒക്കെ സംരക്ഷിക്കാൻ കർശനമായ ഒരു നിയമം അത് ഉണ്ടായേ മതിയാകൂ. ഇല്ലെങ്കിൽ ഇനിയും ഇതുപോലെ പല കുഞ്ഞുങ്ങളും പീഡിപ്പിക്കപ്പെടും, മരിക്കേണ്ടി വരും, മാനസികമായി വേദനിക്കേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.